ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 60429 ഡിവൈഡഡ് ബൈ 53, അതായത് 5 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. ഇതുപോലുള്ള ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് പേഴ്സണായിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞ മെത്തേഡ് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുക തന്നെ നമുക്കറിയാം ഈ 60429 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ടൂളിൽ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ഇക്വേഷൻ ആണ് ആദ്യത്തെ, അതായത് ഡിവിഡൻഡ് എത്ര ഡിജിറ്റ് എന്ന് കൗണ്ട് ചെയ്യണം, രണ്ടാമത്തെ ഡിവൈസറിന്റെ ഡിജിറ്റ് എത്രയാണ് കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഡിവിഡൻഡിന്റെ ഡിവിഡൻഡ് മൈനസ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ആദ്യത്തെ നമ്പർ നമുക്കറിയാം ഇത് 5 ഡിജിറ്റ് നമ്പറും ഇത് 5 ഡിജിറ്റ് നമ്പറും ഇത് 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 5 - 2 3 ആണ്, 3 - 1 2 ആണ്. അതായത് സെക്കൻഡ് റോഡിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ടൂളിലേക്ക് വരുന്ന സമയത്ത് ഇത് ഫസ്റ്റ് റോഡാണ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് റോഡ്. ഇവിടെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങും. 6, ഇവിടെ 0, പിന്നെ 4 2 9. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എവിടെ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്മൾ പ്ലേസ് ചെയ്തില്ല, ഇനി ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ് ഇതാണെങ്കിൽ അതിന് തൊട്ട് ലെഫ്റ്റിലായിരിക്കും നമ്മൾ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളെ ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്ത് ചെയ്യേണ്ടത്, ഡിവിഡൻഡിന്റെ ആദ്യത്തെ ഡിജിറ്റും ഡിവൈസറിന്റെ ആദ്യത്തെ ഡിജിറ്റും തമ്മിൽ നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിവൈസറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ ഡിവൈസറിനേക്കാൾ വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യണ്ട, ബാക്കി രണ്ട് കേസ് നമുക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിടയിൽ 5ഉം 6ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 5നേക്കാൾ വലുതാണ്, അപ്പോൾ എന്തായാലും ജമ്പ് ചെയ്യണം. അതായത് ഈ 6ന് തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് ജമ്പ് ചെയ്യുന്ന ഒരു റോഡ് മാറി ഇവിടെ നിന്നായിരിക്കും നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആൻസർ റോഡ് കിട്ടിയാൽ എവിടെയാണ് നമ്മുടെ ആൻസർ റോഡ് അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള 2 റോഡുകളായിരിക്കും ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ റോഡ്. ഇങ്ങനെ ചിന്തിക്കുക, നമുക്കൊരു ആൻസർ റോഡ് കിട്ടിയാൽ അതിന് തൊട്ടടുത്തുള്ള 2 റോഡുകൾ മാത്രമായിരിക്കണം ഈ ആൻസർ റോഡിന് അവകാശപ്പെട്ടത്. അപ്പോൾ അതിൽ എത്ര നമ്പർ വരുന്നത് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ റോഡാണ് നമ്മൾ ആൻസർ റോഡ് ആയതുകൊണ്ട് ഈ 2 റോഡുകളാകുമ്പോൾ നമുക്കറിയാം 2 റോഡ് കിട്ടുമ്പോൾ നമുക്കറിയാം ടോട്ടൽ വരുന്നത് 99 ആയിരിക്കും, ഏറ്റവും ചെറുത് 0 ആയിരിക്കും, അല്ലെ 01. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കുള്ളത് 06 ആണ്. നമ്മുടെ കയ്യിലുള്ള റോഡിലെ ക്വസ്റ്റ്യൻ 06 ആണ്. അപ്പോൾ നമുക്ക് ഇനി ആൻസർ റോഡ് ഇത് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഡിവൈസിന്റെ ഫസ്റ്റ് ഡിജിറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5 ഈ 06ൽ എത്ര ടൈംസ് പോകുന്നതെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 5 1 ടൈം ആണ്, അല്ലെ, ഒരു 5 5 ആണ്, 2 5 10 ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ 6 ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 5 5 ആണെന്നറിയാം. അപ്പോൾ ഈ 06ന്ന് 5 ലെസ് ചെയ്യണം. 5 ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, 0 5 ആയിരിക്കും 5 എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ഇവിടുന്നാണ് നമ്മൾ 5 ലെസ് ചെയ്യുന്ന, അതിന്റെ അർത്ഥം 50 ആയിരിക്കും. 2 റോഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 ചെയ്യരുത്, 50 എന്നർത്ഥം. 5 0 എന്ന് പറയുമ്പോൾ 50 ആണ്, നമുക്ക് 0 5 ആയിരിക്കണം. 0 ഈ 5 നമ്മൾ ലെസ് ചെയ്തു. ഇനി നമ്മൾ എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് ആ റോഡും അതിന് തൊട്ടടുത്ത റോഡാണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. അത് ചിന്തിക്കുക, നമ്മൾ എവിടെയാണോ ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് ആ എൻഡ് ചെയ്ത റോഡും അതിന് തൊട്ടടുത്തുള്ള റോഡും ആണ് നെക്സ്റ്റ് വരുന്ന നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. അപ്പം നമുക്കില്ല ഇനി ക്വസ്റ്റ്യൻ റോഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് നമുക്ക് 10 ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് വേണ്ടത് നോക്കിയേ, 2 ഡിജിറ്റ് ഡിവൈസർ വരുന്ന സമയത്ത് 5 മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 10ൽ 5 എത്ര ടൈംസ് എന്നാ ചെക്ക് ചെയ്യുക. പക്ഷെ നമുക്കിപ്പോൾ 2 ഡിജിറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം, കിട്ടിയ ആൻസറിന് സെക്കൻഡ് ഡിജിറ്റും കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1 ആണ്. ഈ 1നെ സെക്കൻഡ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 × 3 3 ആണ്. ആ 3 എന്ത് ചെയ്യണം, ഈ 10ന്ന് ലെസ് ചെയ്യണം. 3 10ന്ന് ലെസ് ചെയ്യുന്നത് നമുക്കറിയാം 10 3 പോയാൽ നമുക്കറിയാം 7 ആണ്. അതായത് 0 3 ആയിരിക്കും നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് 3 ലെസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് 10 + 7. അപ്പോൾ നമ്മൾ ഡിവൈസിന്റെ 2 ഡിജിറ്റും ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അതായത് 7 4 2 9 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യാം. ഡിവൈസിന്റെ എല്ലാ ഡിജിറ്റും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ചെയ്തു. അപ്പോൾ 7 4 2 9 ഡിവൈഡഡ് ബൈ 53. ഇനി എന്ത് ചെയ്യണം,
ഈ ലെഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെ വീണ്ടും 53 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കിനി ആൻസർ റോഡ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ആൻസർ റോഡ് ഏതാണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ 2 ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 5ഉം 7ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം 5നേക്കാൾ വലുതാണ്. വീണ്ടും ജമ്പ് ചെയ്യണം. അതായത് ഈ 7ന് തൊട്ടടുത്തായിട്ട് നമ്മൾ ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് മാറി ഇവിടെ ആയിരിക്കണം ആൻസർ പ്ലേസ് ചെയ്യുന്നത്. ആൻസർ റോഡ് കിട്ടിയാൽ നേരത്തെ പറഞ്ഞ സെയിം, അതായത് ആൻസർ റോഡിന് തൊട്ടടുത്തുള്ള 2 റോഡായിരിക്കും ആ ആൻസർ റോഡിന് അവകാശപ്പെട്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയത് 07 ആണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ റോഡിലെ നമ്പർ. നമുക്ക് വീണ്ടും 5 ഈ എത്ര ടൈംസ് പോകുന്ന ചെക്ക് ചെയ്യാം. നമുക്കറിയാം വീണ്ടും 1 ടൈമാണ് അല്ലേ, ഒരു 5 ആണ്. അപ്പം 07 5 പോകുമ്പം 05 ആണ് നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ 5നെ ലെസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ്, ആൻസർ റോഡിൽ എന്താണോ ബീറ്റ്സ് ഉള്ളത് ആ നമ്പർ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 3 3 ആണ്. 3 എന്ത് ചെയ്യണം, നമുക്കറിയാം നമ്മൾ ഇവിടെയാണ് എൻ്റെ ചെയ്തത് 2 റോഡുകളായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്, അതായത് 24 എന്നായിരിക്കും 3 ലെസ് ചെയ്യേണ്ടത്. 3 ലെസ് ചെയ്യാൻ നമുക്കിവിടെ ഡയറക്റ്റ് ലെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കുള്ളത് അതിന് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2129 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് വീണ്ടും നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വീണ്ടും എന്ത് ചെയ്യണം, 2129 ഡിവൈഡഡ് ബൈ 53 ചെയ്യണം. അപ്പോൾ 2129 ഇനി 53 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെയിം. നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്, ആൻസർ ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. 5ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 5നേക്കാൾ ചെറുതാണെങ്കിൽ ജമ്പ് ചെയ്യണ്ട. അപ്പോൾ നമുക്കറിയാം 5നേക്കാൾ ചെറുതായതുകൊണ്ട് ഈ ക്വസ്റ്റ്യന് തൊട്ടടുത്തായിട്ട് നമുക്കറിയാം ആൻസർ പ്ലേസ് ചെയ്യാം. ഇത് ആൻസർ റോഡ് കിട്ടിയാൽ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്, അതിന് തൊട്ടടുത്ത് 2 റോഡുകളായിരിക്കും ക്വസ്റ്റ്യൻ റോഡ്. 21 ആണ് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 21ൽ എന്താണ് 5 എത്ര ടൈംസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം 4 5s are 20 ആണ്. അപ്പോൾ 20 എന്ത് ചെയ്യണം, നമ്മൾ ലെസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ 4ന് സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 into 3 12 ആണ്. നമുക്ക് 20 ഇവിടെ ലെസ് ചെയ്താൽ നമ്മൾ എവിടെ എൻഡ് ചെയ്യുന്നോ അതും അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള 2 റോഡുകളായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ 4 into 12 ലെസ് ചെയ്യണം അല്ലെ. ഇവിടെ നിന്ന് നമുക്ക് 12 ലെസ് ചെയ്യാന്ന് പറയുമ്പം നമുക്കറിയാം സോറി അതിനിടയിൽ കോൾ വന്നു. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പം വന്നത് 2129 അതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. 2129 ഡിവൈഡഡ് ബൈ 53 എന്നുള്ളത് വന്നു. 53ൻ്റെ കൂടെ വരുമ്പോൾ നമുക്കറിയാം ഈ 53നെ 2129 കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 5ഉം 2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 5നേക്കാൾ ചെറുതാണ്, ജമ്പ് ചെയ്യേണ്ട തൊട്ടടുത്ത് നമുക്ക് അതേ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 ആഡ് ചെയ്തു. 4 into 5 20 ആണ്. 20 എന്നാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് 21 ഉണ്ട്. 20 ലെസ് ചെയ്യാൻ 20 ലെസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 12 ലെസ് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അതായത് 12 തന്നെയാണ്, ഇവിടെ നമുക്ക് 12 ലെസ് ചെയ്യാം. ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻ റോഡിൽ വെറും 9 ആണ്. അതായത് നമുക്ക് ഈ 53നേക്കാൾ ചെറുത് എപ്പോഴാണോ വരുന്നത് അവിടെ നമുക്ക് നമ്മുടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 1141 വൺസ് റോഡാണ് ഇത്. അപ്പോൾ 0. ഓക്കെ, അതായത് 1140 ബ്രാക്കറ്റ്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, 09 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 09 വെറും 9 എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ, ഇതിൻ്റെ ആൻസർ 1140 റിമൈൻഡർ 9. അതായത് റിമൈൻഡർ 9 ആണ് നമ്മളെന്ത് ആൻസർ റോഡ് വരാം. 1140 റിമൈൻഡർ 9.